ഫ്രിവ്ലെസ് ഗൈസ്, ഞാൻ അരുൺ. എന്റെ കയ്യിൽ നിന്നുള്ളത് ആപ്പിൾ വാച്ച്. ഇതാണ് ആപ്പിളിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ആപ്പിൾ വാച്ച്. ഇതിന്റെ പേരാണ് SE. ഈ പ്രാവശ്യം ആപ്പിൾ 3 തരത്തിലുള്ള ആപ്പിൾ വാച്ച് ആണുള്ളത്. അതായത് SE, ആപ്പിൾ 8, പിന്നെ അൾട്ര ഇസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് വൺ. അത് ഒട്ടുമിക്കവർക്കും വേണ്ട, കാരണം അത് ഭയങ്കര ഹൈ ലെവൽ എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെയാണ്. ആപ്പിൾ വാച്ച് വുഡ് ബി ദ സ്വീറ്റ് സ്പോട്ട് എന്റെ ഒപ്പീനിയനിൽ, കാരണം കുറെ ECG, സ്ലീപ്പ് ട്രാപ്പിംഗ്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷേ SE ഇറ്റ്സ് എ ബേസ് വാച്ച്. സോ ഇഫ് യു വാണ്ട് an ആപ്പിൾ വാച്ച് and you don't have that much money to spend, this is the watch for you. ഇതിന് പക്ഷേ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒന്നും ഇല്ലെങ്കിൽ പോലും, ഈവൻ ദോ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട്സ്, അത് അങ്ങനത്തെ നോർമൽ സാധനങ്ങളെല്ലാം ഇത് ചെയ്യും. സോ ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് അൺബോക്സ് ഇറ്റ്. ഇതൊരു വളരെ നോർമൽ ബോക്സ് ആണ്, വളരെ ചെറുതാണ്. ഇത് ഇപ്പൊ ഈ ആപ്പിൾ വാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 40mm ആപ്പിൾ വാച്ച് ആണ്. ദാറ്റ്സ് എ സ്മോളസ്റ്റ് സൈസ് ആൻഡ് ആപ്പിൾ വാച്ച് ഇസ് ദെയർ. സോ 44mm ന്റെ ലാർജസ്റ്റ് സൈസ് ഉണ്ട്. അപ്പൊ SE 2 സൈസാണ്. അതേപോലെ ആപ്പിൾ വാച്ച് 8ഉം 2 സൈസാണ്. പക്ഷെ അത് 41ഉം 45 ആണ്. പിന്നെ അൾട്ര 49mm. ദാറ്റ്സ് സോ ഹ്യൂജ്. സോ 40mm ഇത് എന്റെ റിസ്റ്റിനല്ല, എന്റെ റിസ്റ്റ് കുറച്ചും കൂടെ വലുതാണ്. സോ ദിസ് ഇസ് ഫോർ സ്മോൾ റിസ്റ്റ്. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് അൺബോക്സ് ഇറ്റ്. വളരെ എളുപ്പത്തിൽ ഇത് തുറക്കാം. ഇതാണ്. ഇത് 2 കേസ് ആയിട്ടാണ് വരുന്നത്. സോ എനിക്കൊന്നു സ്ക്രീൻ മാത്രമായിട്ട് വേറെയും സ്ട്രാപ്പ് വേറെ ആയിട്ടാണ്. സോ ദാറ്റ് അണ്ടർസ്റ്റാൻഡബിൾ, കാരണം ആൾക്കാർക്കെല്ലാം ഡിഫറെന്റ് സ്ട്രാപ്സ് ഓർഡർ ചെയ്യാം. ഇത് ഭയങ്കര കസ്റ്റമൈസബിൾ ആണ്. സോ നമ്മളിവിടെ ഓർഡർ ചെയ്തേക്കുന്ന ഒരു വൈറ്റ് സ്ട്രാപ്പ് ആണ്. ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് ലുക്ക് ഇൻ ടു ദ സ്ട്രാപ്പ് ഫസ്റ്റ്. ഞാനിപ്പോ ഇത് റിമൂവ് ചെയ്തു. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇല്ല, അത്ര കുഴപ്പമില്ലായിരുന്നു. ഈ സ്ട്രാപ്പ് റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും ആപ്പിൾ വാച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ബാൻഡ് വാച്ചിലോട്ട് ഘടിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. സോ യു ക്യാൻ സീ ദിസ് ഇസ് എ വൈറ്റ് ബാൻഡ്. ഞാൻ വിചാരിച്ചില്ല ഇത് ഇങ്ങനെ ഉണ്ടാവുമെന്ന്. ഇത് കണ്ടോ, 2 എണ്ണമുണ്ട്. മീഡിയം ഓർ ലാർജ് ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം സൈസിലുള്ള സ്ട്രാപ്സ് ഉണ്ട്. സോ അതായത് വലിയ കൈയുള്ളവരാണെങ്കിൽ അവർ മീഡിയം ഉപയോഗിക്കും, ചെറിയ കൈയുള്ളവരാണെങ്കിൽ അവർ സ്മോൾ ഉപയോഗിക്കും. ദാറ്റ്സ് എ ഗുഡ് തോട്ട്. ഞാൻ വിചാരിച്ചു ഇത് നമ്മളൊരു സ്പെസിഫിക് സൈസ് ഓർഡർ ചെയ്യണം, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. സോ ഇറ്റ് ലുക്സ് ഗുഡ്. ഇറ്റ്സ് എ വൈറ്റ് കളർ സ്ട്രാപ്പ്. ദിസ് ഇസ് അബൌട്ട് ഇറ്റ്. ലൈക്ക് സ്ട്രാപ്സിൽ വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. യൂഷ്വലി ആപ്പിളിന്റെ ലോഗോസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ മിക്കത് ആപ്പിൾ വാച്ചിലായിരിക്കും. ലെറ്റ്സ് ഗോ അഹെഡ് ആൻഡ് ലുക്ക് ഇൻ ടു ദി ആപ്പിൾ വാച്ച്. അപ്പോ ഇനിയിപ്പോ പോവാണെങ്കിൽ, എപ്പോഴും ആപ്പിൾ പ്രൊഡക്ട്സ് അൺബോക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫീലാണ്, നല്ല രീതിയിലാണ് അവന്റെ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ ഒരു കമ്പനിയും ഇത്ര നല്ല രീതിയിൽ ഉണ്ടാക്കില്ല. ബട്ട് കുഡോസ് ടു ആപ്പിൾ, ലൈക്ക് ദേ ഡു എ ഗുഡ് ജോബ് ഇൻ ദി പാക്കിംഗ് ഓഫ് ദി സ്റ്റഫ്. ഇത് ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. നമ്മളത് യൂഷ്വലി നോക്കാറില്ല. പിന്നെ ഇതാണ് ആപ്പിൾ വാച്ച് ചാർജർ. സോ ഇവിടെയാണ് ആപ്പിൾ വാച്ച് ഫേസ് വെച്ചിട്ട് ഇതിൽ കൂടെയാണ് ചാർജ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നമ്മൾ പുതിയ ആപ്പിൾ പോലെ തന്നെ ഇതിന് വെറുതെ കേബിൾ മാത്രമേ ഉള്ളൂ. USB-C ആണ്. പക്ഷെ ഇതിന് ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രിക്ക് ഇല്ല, ചാർജിങ് ബ്രിക്ക് ഇല്ല. അതാണല്ലോ ഇപ്പോഴത്തെ ആപ്പിളിന്റെ സ്റ്റൈൽ. ചാർജിങ് ബ്രിക്ക് ഇല്ല. ഇതാണ് ആപ്പിൾ വാച്ച്. ഇറ്റ്സ് വെരി ടൈനി. 40mm ആണിത്. ഇറ്റ്സ് ദ സ്മോളസ്റ്റ് സൈസ്. ഇറ്റ്സ് അലൂമിനിയം. കാരണം ഇത് പല കളറിലുണ്ട്, പക്ഷെ ഇറ്റ്സ് മിഡ് നൈറ്റ് ബ്ലാക്കോ അലൂമിനിയം എന്താണ് ഇത് പറയുന്നത്. ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ്, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് കംപ്ലീറ്റ്ലി ബ്ലാക്ക്ഡ് ഔട്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഇറ്റ്സ് വെരി വെരി സ്മോൾ. നോക്കുവാണെങ്കിൽ ദ ഫോം ഫാക്ടർ ഇസ് വെരി വെരി സ്മോൾ. സോ ഇപ്പൊ ഞാനിപ്പോ എന്റെ കൈ തന്നെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇത്ര എന്റെ കയ്യിലുള്ളൂ. സോ എനിക്ക് ഇതിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി ലാർജർ സൈസ് പറ്റും. പക്ഷെ ചെറിയ കൈകളുള്ളവർക്ക് ഇത് ഒരു നല്ല ഒരു ഇതായിരിക്കും. ദ ഓൺലി പ്രോബ്ലം ദാറ്റ് ഐ ഫീൽ വിത്ത് ദിസ് വാച്ച് ഇസ് മേ ബി ടച്ചിങ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പിന്നെ ചെറിയ കൈയുള്ളവരാണല്ലോ ഈ വാച്ച് ഉപയോഗിക്കുക, അപ്പോൾ ടച്ചിങ് അത്ര വലിയ കുഴപ്പമുണ്ടാവില്ല. സോ ദിസ് ഇസ് ലൈക്ക് ദി ഫസ്റ്റ് ഇംപ്രഷൻസ് ഓഫ് ദി ആപ്പിൾ വാച്ച്. ഇത് വൈഫൈ ആണ്. സോ യൂഷ്വലി നമുക്ക് വൈഫൈ പ്ലസ് സെല്ലുലാർ കിട്ടും ആപ്പിൾ വാച്ചിന്റെ. സോ ദിസ് ഇസ് ദി ചീപ്പസ്റ്റ് ദാറ്റ് യു ക്യാൻ അവൈലബിൾ. ഇത് 40mm ആണ്. സെല്ലുലാർ ഇല്ല, വൈഫൈ ഓൺലി. ആൻഡ് ദിസ് goes in sale, or is in sale for goes in sale ഇല്ല, കാരണം ഇത് ഓൾറെഡി ഇൻ സെയിൽ ആണ്. സോ ഇറ്റ്സ് 329 Canadian. ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു $372. സോ ദിസ് ഇസ് ദ ചീപ്പസ്റ്റ് ആപ്പിൾ വാച്ച് that you can get currently. And ഇത് വന്നപ്പോൾ തന്നെ ഇത് ഓർഡർ ചെയ്തുകൊണ്ടാണ് ഇതിപ്പോൾ കിട്ടിയത്. സോ
പിന്നെ ഇതിന് സെൻസേഴ്സ് എല്ലാം ബാക്കിലുണ്ട്. സോ ലെറ്റ്സ് ഗോ ഹെഡ് ആൻഡ് ഇൻസ്റ്റാൾ ദ ബാൻഡ്സ് ആൻഡ് സീ ആൻഡ് ട്രൈ ടു ഓപ്പൺ ഇറ്റ് ആൻഡ് സെറ്റ് ഇറ്റ് അപ്പ്. അതും നമുക്ക് ചെയ്യാം. ബട്ട് അൺബോക്സിംഗ്, this is the experience of the Apple Watch, and I think it's a really good one. It's a well-made one. Apple products are always well-made, so kudos to them. I think they have another winner in their hands. So until next time, see you. Bye.